ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു സോളാർ ചാർജ് കൺട്രോളർ. ചെറിയ രീതിയിൽ വരുന്ന വാട്സൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയൊരു ചാർജ് കൺട്രോളറാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഏറ്റവും ആദ്യം സെലക്ട് ചെയ്യേണ്ട ആംബിയർ നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ 12 വോൾട്ട് പാനലും 24 വോൾട്ട് പാനലും കണക്ട് ചെയ്യാം. അതിൻ്റെ അകത്ത് 10 ആംബിയർ, 20 ആംബിയർ, 30 ആംബിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ 30 ആംബിയറാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ 30 ആംബിയർ 12 വോൾട്ടിൻ്റെ പാനൽ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊരു 265 വാട്ട്സ് അല്ലെങ്കിൽ 250 വാട്ട്സ് വരുന്ന പാനലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കണക്ഷൻസ് കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമേ തന്നെ കണക്ഷൻസ് എങ്ങനെ കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് അവർ ഡയഗ്രം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ആദ്യമേ തന്നെ ബാറ്ററി ആയിരിക്കണം കണക്ട് ചെയ്യേണ്ടത്, അതിനുശേഷം സോളാർ പാനൽ, പിന്നെ ആയിരിക്കണം ലോഡ് കണക്ട് ചെയ്യേണ്ടത്. അങ്ങനെയായിരിക്കണം അതിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ ചാർജ് കൺട്രോളർ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ ആദ്യമേ ബാറ്ററി കണക്ട് ചെയ്യണം, അതിനുശേഷമേ സോളാർ പാനൽ കണക്ട് ചെയ്യാവൂ, അതിനുശേഷം നമ്മുടെ ലോഡ് കണക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മൊത്തം ഡയഗ്രം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് കൂടി കാണിച്ചു തരാം. ഇനി അതിൻ്റെ പ്രൊഡക്ട്സ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. ഇതാണ് നമ്മുടെ പ്രൊഡക്ട്സ്. വളരെ ചെറിയ പ്രൊഡക്ട്സ് ആണ്, നമുക്കിത് കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇതതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആംബിയർ അനുസരിച്ചിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. നമ്മൾ എടുക്കുന്ന വാട്ട്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഈ സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 12 വോൾട്ടും 24 വോൾട്ട് പാനലിൽ കൊടുക്കാവുന്ന രീതിയിൽ 30 ആംബിയർ വരെ കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പാനലാണ് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ പറയുന്ന സോളാർ ചാർജ് കൺട്രോളർ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ വാട്ട്സ് കണ്ട 12 വോൾട്ടാണെങ്കിൽ 390 വാട്ട്സ് വരെ നമുക്ക് കണക്ട് ചെയ്യാം. 24 വോൾട്ടിൻ്റെ പാനലാണെങ്കിൽ 780 വാട്ട്സ് വരെ കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, വാട്ട്സ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ സോളാർ ചാർജ് കൺട്രോളർ സെലക്ട് ചെയ്യാൻ. ആദ്യമേ തന്നെ ബാറ്ററി കണക്ട് ചെയ്യണം. കേട്ടോ, ബാറ്ററിയുടെ എംബ്ലം കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ പ്ലസ് മൈനസ് ആദ്യമേ തന്നെ അതാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിലൂടെ ടെസ്റ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ സ്കൂട്ടർ ഉപയോഗിച്ചിട്ടോ നമ്മൾ സ്ക്രൂ ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് താഴെ നമ്മൾ കണ്ട ഹോളിൽ നമ്മൾ വയർ കാര്യങ്ങൾ കണക്ട് ചെയ്യണം. അതിനുശേഷമേ സോളാർ പാനലിൻ്റെ പ്ലസ് മൈനസ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് കണക്ട് ചെയ്യണം. ഇനി അടുത്തതിന് ശേഷമാണ് ലോഡ് കണക്ട് ചെയ്യേണ്ടത്. ഇത്രയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് വേണം ഏറ്റവും നമ്മൾ സോളാർ ചാർജ് കൺട്രോളർ സെലക്ട് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ കൊടുക്കാനുള്ള ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഒരു 260 വാട്ട്സിൻ്റെ പാനൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 12 വോൾട്ടിൻ്റെ പാനലാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കി അറിയാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഇതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ കണ്ട താഴെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. കാരണം നമുക്ക് 2 രീതിയിലുള്ള ഈ ചാർജ് കൺട്രോളർ വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. 2 രീതിയിലുള്ള ബാറ്ററി നമുക്ക് കണക്ട് ചെയ്യാം, 3 രീതിയിലുള്ള കണക്ട് ചെയ്യാം. ഒന്ന് ലെഡ് ആസിഡ് ബാറ്ററി കണക്ട് ചെയ്യാം, അത് B1 എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. രണ്ടാമത് ലിഥിയം അയോൺ ബാറ്ററി കണക്ട് ചെയ്യാം, അത് B2 എന്ന് പറയുന്ന ഓപ്ഷൻ കണക്ട് ചെയ്യാം. ലിഥിയം ഫോസ്ഫേറ്റ് കണക്ട് ചെയ്യാം, അത് B3 എന്ന് പറയുന്ന മോഡൽ കണക്ട് ചെയ്യാം. അങ്ങനെ 3 ടൈപ്പ് ബാറ്ററികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോളാർ ചാർജ് കൺട്രോളറാണ്. പല ഓൺലൈൻ സൈറ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 500 രൂപ തൊട്ട് 600 രൂപ ആ റേഞ്ചൊക്കെ വരുന്ന മാക്സിമം വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം സെലക്ട് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യമേ തന്നെ നമ്മൾ ഏത് പാനലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാനൽ അനുസരിച്ചുള്ള ആംബിയർ അനുസരിച്ചിട്ടുള്ള സോളാർ ചാർജ് കൺട്രോളർ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ ലഭിക്കാൻ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്കും കൂടി ചെയ്തേക്കുക, ഷെയറും കൂടി ചെയ്തേക്കുക. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.